ഈ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ടാൻ തീറ്റ ബൈ 1 മൈനസ് കോട്ട് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ബൈ 1 മൈനസ് ടാൻ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് സീക്ക് തീറ്റ കൊസീക്ക് തീറ്റ. കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് കൂടുതലും സൈനിലും കോസിലോട്ടും എക്സ്പ്രസ് ചെയ്തിട്ടാണ് ചെയ്യാറ് മിക്ക ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസും. മോർ ദാൻ 80% പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനും അങ്ങനെയാണ് ചെയ്യാറ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് സൈനിൻ്റെയും കോസിൻ്റെയും ടേമിലോട്ട് എഴുതുക, എന്നിട്ട് ചെയ്യണം. ഇവിടെ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ടാൻ തീറ്റനെ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതിയാലോ? അറിയാമല്ലോ. ടാൻ തീറ്റനെ എങ്ങനെ എഴുതാം? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. ബൈ 1 മൈനസ് കോട്ട് തീറ്റനെ നമുക്ക് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. പ്ലസ് ഇവിടെ കോട്ട് തീറ്റ വന്നിട്ടുണ്ട്, അത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. നന്നായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ, ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ടല്ലേ ചെയ്യേണ്ടത്? 1 ഇൻറ്റു സൈൻ തീറ്റ, സൈൻ തീറ്റ അല്ലേ, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ അല്ലേ, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ താഴെ സൈൻ തീറ്റ. ഇവിടെ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ, ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് മൈനസ് സൈന് ബൈ കോസ്, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് കിട്ടും. ദിസ് വൺ ഡിവൈഡ് ബൈ ദിസ് വൺ എന്ന് പറയുമ്പോൾ താഴത്തേതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു ആ ഡിനോമിനേറ്ററിൽ എഴുതിയ ടേമിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, തിരിച്ചിടുക, ഡിനോമിനേറ്റർ തിരിച്ചിടുക, സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ്, അതുപോലെ ഇവിടെ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഇൻറ്റു ആ ഡിനോമിനേറ്ററിലുള്ള എക്സ്പ്രഷൻ തിരിച്ചിടുക, കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ സൈൻ ഇൻറ്റു സൈൻ, സൈൻ ഇൻറ്റു സൈൻ സൈൻ സ്ക്വയർ ആണ്, താഴെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ്, ഇവിടെ കോസ് ഇൻറ്റു കോസ് കോസ് സ്ക്വയർ തീറ്റ, താഴെ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, ഇങ്ങനെ വരും. ഇവിടം വരെ ക്ലിയർ ആയല്ലോ? ശ്രദ്ധിച്ചിരിക്കണം. ഇനിയുണ്ട് സിംപ്ലിഫിക്കേഷൻ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, ഈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റനെ മൈനസ് ഓഫ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. എ മൈനസ് ബീനെ മൈനസ് ഓഫ് ബി മൈനസ് എന്ന് എഴുതാം. ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതി കാണിച്ചു തരാം. അങ്ങനെ പഠിച്ചിട്ടില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റും. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? എ മൈനസ് ബീനെ മൈനസ് ഓഫ് ബി മൈനസ് എന്ന് എഴുതാം, തിരിച്ചിടാൻ പറ്റും. അത് നമുക്ക് അറിഞ്ഞിരിക്കണം, അത് ഇമ്പോർട്ടൻ്റാ. എ മൈനസ് ബീനെ എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് ബി മൈനസ് എന്ന് എഴുതാം. അത് ഞാൻ എവിടെ യൂസ് ചെയ്യാൻ പോവാണ്? ദേ ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടേം അതേപോലെ തന്നെ പകർത്തട്ടെ. സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു
കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ മൈനസ് ഓഫ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ മൈനസ് ഓഫ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് വരും. എന്തിനാണ് അങ്ങനെ എഴുതിയതെന്ന് മനസ്സിലായോ? ഇത് രണ്ടും ആഡ് ചെയ്യാനായിട്ട് ഞാൻ കോമൺ ടേം ഡിനോമിനേറ്ററിൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഉണ്ട്, ഇവിടെയുണ്ട് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഈ രണ്ട് ടേമിലും 1 സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ കോമൺ ആണ്. ഈ രണ്ട് ടേമിലും 1 സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ കോമൺ ആണ്. എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സൈൻ സ്ക്വയർ ബൈ കോസ് വരും, സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ വരും. ഇവിടെ പ്ലസും മൈനസും കൂടിയും ചേരുമ്പോൾ മൈനസ് ആവുമല്ലോ. ഇവിടെ മുകളിൽ കോസ് സ്ക്വയർ തീറ്റ ബൈ താഴെ സൈൻ തീറ്റ ഉണ്ട്, ഇങ്ങനെ വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1 സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു ഇത് മൈനസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടല്ലേ, സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻ എന്താണത്, സൈൻ ക്യൂബ് തീറ്റ, കോസ് സ്ക്വയർ ഇൻറ്റു കോസ്, കോസ് ക്യൂബ് തീറ്റ, താഴെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ വരും. ഇതും ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ സൈൻ ക്യൂബ് മൈനസ് കോസ് ക്യൂബ് ഒരു ഫോർമുല ഉണ്ടല്ലോ, പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല, ഞാനിവിടെ എഴുതാം. എ ക്യൂബ് മൈനസ് ബി ക്യൂബിന് ഒരു ഫോർമുല ഉണ്ട്, എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടോ? ബൈ ഹാർട്ടാക്കി വെച്ചോ. ഓർമ്മയില്ലെങ്കിൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബിന് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അത് യൂസ് ചെയ്താൽ ഇവിടെ എന്ത് വരും, 1 സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു, ഇവിടെ ഒന്ന് നോക്കിയേ, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് അല്ലേ ഇത്. ഈ ഫോർമുല പ്രകാരം എ മൈനസ് ബി എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ശരിയല്ലേ? നോക്കിയേ, ഒന്നുകൂടി നോക്കാം. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമാണ്. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എക്ക് പകരം സൈനും ബിക്ക് പകരം കോസും. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആയതുകൊണ്ട് കറക്റ്റ് അല്ലേ? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. താഴെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റയാണ്. ഇവിടെ ആരെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടോ നോക്കി. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, ഇവിടെയും സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പോയി. അധികം സ്റ്റെപ്പുകൾ ഇനി എഴുതണില്ല. ഇവിടെ ഇനി ശ്രദ്ധിക്കുക, ഒരു സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 അല്ലേ? സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എന്താണ്? 1 ആണ്. 1 പ്ലസ് പിന്നെ ഇവിടെ ഒരു സൈൻ തീറ്റ കോസ് തീറ്റ, താഴെ സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്താലോ? 1 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ? അതായത് ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ 1 സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ ആൻസർ എഴുതാൻ പോവാണ്. ശരിയല്ലേ? നോക്കിയേ, ഇത് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ, അങ്ങനെയാണ് 1 സൈൻ ഇൻറ്റു കോസ് ആയത്. പ്ലസ് സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ, അങ്ങനെയാണ് സൈൻ ഇൻറ്റു കോസ് ബൈ സൈൻ ഇൻറ്റു കോസ് ആയത്. ഇവിടെ സൈൻ ഇൻറ്റു കോസ് ബൈ സൈൻ ഇൻറ്റു കോസ് 1 ആണ്. അതാദ്യം എഴുതിക്കോട്ടെ. സൈൻ ഇൻറ്റു കോസ് ബൈ സൈൻ ഇൻറ്റു കോസ് 1 ആണ്. ഇതിന് ഞാൻ ഒരു സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം?
1/sin ഇൻറ്റു 1/cos, അല്ലെങ്കിൽ 1/cos ഇൻറ്റു 1/sin, രണ്ടും ഒന്ന് തന്നെയല്ലേ? എങ്ങനെ? 1/cos ഇൻറ്റു 1/sin. അതിൽ ആ 1/cos എന്നുള്ളത് സീക്കാണ്, 1/sin എന്നുള്ളത് കൊസീക്കാണ്. ഇപ്പോൾ RHS കിട്ടിയില്ലേ നോക്കിയേ. 1 + sec θ cosec θ RHS ആണ്. അപ്പോൾ മനസ്സിലായല്ലോ.